ഒരു മിനി അറ്റാക്ക് കഴിഞ്ഞ് നിൽക്കുന്ന നിർത്താണ്. ഇതുണ്ടാ, വീട്ടിലെത്തിയിട്ടില്ല, ടൗണിൽ പോയിട്ട് പ്രിൻ്റ് എടുക്കാൻ പോയതായിരുന്നു. അപ്പോൾ ഞാനൊരു കോച്ചിങ് സെൻറ്ററിൽ HSSTക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം വെക്കേഷനാണ്, ജോലിയും കാര്യങ്ങളൊന്നുമില്ല, ഫാമിലീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ഒരു മൊഡ്യൂളുണ്ട് HSST പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ. ഇപ്പോൾ ആരും ഉണ്ടാവില്ല, ആരും വീഡിയോ ഒന്നും കാണുന്നുണ്ടാവില്ല, കാരണം എല്ലാവരും പഠിപ്പായിരിക്കും. അപ്പോൾ ഞാനിതാ ആദ്യത്തെ ഒരു മൊഡ്യൂളിൻ്റെ ഒരു നോട്ട്, ദാറ്റ് മീൻസ് ഒരു 98 പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ 98 പേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡബിൾ സൈഡ് പ്രിൻ്റ് എടുക്കാൻ 49 പേജ്. ആ പേജ് ഞാൻ പ്രിൻ്റ് എടുക്കാൻ പോയപ്പം അവിടുത്തെ 2 ചേച്ചിമാർ എനിക്കിതാ, ഇത് അവർ വേസ്റ്റാക്കിയ പേപ്പറാണ്. ഇത്രയും പേപ്പർ ഞാൻ എണ്ണിയിട്ടില്ല, അപ്പോൾ ഞാനിപ്പോൾ എണ്ണിയിട്ട് പറഞ്ഞുതരാം. ഒരു 13 പേപ്പർ ഇവർ വേസ്റ്റാക്കിയ പേപ്പർ. ഇവരെന്നിട്ട് എന്നോട് പറഞ്ഞ് വേസ്റ്റിൽ ചാടണ്ട, നീ എടുത്തോ, എപ്പെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അതിൽ കയറ്റി വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പേപ്പർ തന്നു. ഇതാ ഞാൻ ഇത്രയും പ്രിൻ്റ് എടുത്തു. എന്നിട്ട് ഗൈസ് ഒന്ന് ഗസ് ചെയ്ത് നോക്കുക എത്ര പൈസയാവുന്നു. ഞാൻ എൻ്റെ അടുത്ത് വാങ്ങി എത്ര പൈസ അറിയാമോ? എനിക്കറിയില്ല, എല്ലായിടത്തും ചിലപ്പോൾ ഇത്രയും പൈസ ആവുമായിരിക്കും. ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എനിക്കറിയില്ലായിരുന്നു ഇത്രയും പൈസ ആവുമെന്ന്. 750 രൂപയായി. ഇത് ഈ 48 പേജിന് മാത്രം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയത് 750 രൂപ. ലിറ്ററലി ഐ എം ഷോക്ക്ഡ്. ഞാനീ വീഡിയോ എടുക്കാൻ കാരണം ചിലപ്പോൾ 750 രൂപ ആവുമായിരിക്കും. അതിനല്ല ഞാൻ എടുക്കാൻ കാരണം വേറൊന്നുമല്ല. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ ഡിഗ്രി +2 കഴിഞ്ഞ പാടെ ഒരു പ്രിൻ്റർ, നമ്മൾ മൊബൈൽ ഐഫോണൊക്കെ ഐഫോണൊക്കെ 60-70 രൂപയൊക്കെ കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും പാരൻസ് ഒരു പ്രിൻ്റർ വാങ്ങിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മളെ പോലത്തെ ഞാൻ മിഡിൽ ക്ലാസ്സുകാർ അങ്ങനെ ഐഫോണൊന്നും അങ്ങനെ, എന്നാലും ഞാൻ പറയാണ്, നിങ്ങളൊരു പ്രിൻ്റർ വീട്ടിലുണ്ടാവുന്നത് നല്ലതാണ് ഗൈസ്. വെറുതെ എന്തിനാ ഇത്രയും പൈസ പ്രിൻ്റ് കൊടുത്ത്. അതും എനിക്ക് സങ്കടം എന്താണെന്ന് വെച്ചാലേ, അതൊരു പ്രൈവറ്റ് കമ്പനിയൊന്നും അല്ല, ഹാഫ് ഗവൺമെൻറ്, അങ്ങനെ ഗവൺമെൻറ് ഇല്ല എന്നാലും അത് കുടുംബശ്രീയുമായിട്ട് ചേർന്നിട്ടുള്ളതാണ്. ഞാൻ അങ്ങനെയൊക്കെ വെച്ച് ഇന്ന് മെയ് ദിനമാണ്. അപ്പോൾ തൊഴിലാളികൾ കുറേ മെയ് ദിനമായതുകൊണ്ട് കടയൊക്കെ അടവാണ്. അപ്പോൾ ഞാൻ എപ്പം കൊടുക്കുന്നിടത്തല്ല കൊടുത്തത്, ഇത് കുടുംബശ്രീൻ്റെ ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ കൊടുത്തത്. പക്ഷേ എനിക്ക് സങ്കടമായിട്ട്, ഞാൻ മിനി അറ്റാക്ക് എന്നല്ല അതിനെ പറയാം, വലിയ അറ്റാക്ക് കഴിഞ്ഞിരിക്കുക. അത്രയും പൈസ പൊടിഞ്ഞ കാരണം എന്തോ എൻ്റെ അടുത്ത് അത്രയും പൈസ ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ അവിടെ ഇപ്പം പാത്രം കഴുകാൻ പറ്റിയിട്ടില്ലെങ്കിലും അവിടുത്തെ വേറെ എന്തെങ്കിലും പണിയെടുത്തിരിക്കേണ്ടി വന്നേനെ, പൈസ ഇല്ലാണ്ട്. എനിക്ക് സങ്കടം വന്ന് ഞാനിപ്പം ചിരിക്കുന്നുണ്ട്. ഞാൻ ഇത്ര നേരം ഡ്രൈവ് ചെയ്തത് ഒരു 5 മിനിറ്റ് ഡ്രൈവ് ചെയ്തിട്ട് വരികയായിരുന്നു. അപ്പോൾ അവിടെ വണ്ടി നിർത്തി പല ആൾക്കാരോട് ഫോൺ വിളിച്ച് പറഞ്ഞും ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് കേട്ടോ. എനിക്ക് സങ്കടം വന്ന് സഹിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഒരു വീട്ടിൽ പ്രിൻ്റർ ആവശ്യമാണ്. ഞാനിത് ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറേ പ്രാവശ്യമായി. ഓരോ പ്രാവശ്യം ഇങ്ങനെ, അതിലും വലിയ സങ്കടം 11-12 മൊഡ്യൂളുണ്ട്. 11ാമത്തെ മൊഡ്യൂളിനാണ് ഞാൻ 750 രൂപ കൊടുത്തത്. ഞാനിത് എവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടുമെന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ബൈ. ഇത്തരം മിഡിൽ ക്ലാസ് അല്ല, ഇപ്പം നമ്മൾ മിഡിൽ ക്ലാസ് ഇല്ലല്ലോ, ഹൈയും അല്ല, അൾട്രാ റിച്ചല്ലേ ഉള്ളൂ, അത് പിന്നെ പുവറും അല്ലേ ഉള്ളൂ. പുവർ ക്ലാസ് സ്റ്റോറീസിനുമായി ദാരിദ്ര്യ പറച്ചിലുകൾക്കായി ഫോളോ ചെയ്യുക.